ഹായ്, എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് എഗ് മോമോസ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന്റെ സാധനങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. ആദ്യം അതിന്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടി ഇത് 1 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 1/2 കപ്പ് മൈദയുമാണ്. അപ്പൊ ഡോ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നു. മൈദ മാത്രം താല്പര്യമുള്ളവർക്ക് മൈദ മാത്രം എടുത്തിട്ടുണ്ടാക്കാം. ഇതിപ്പോ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 1/2 കപ്പ് മൈദയും എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിടണം, വെള്ളം ആവശ്യത്തിന് വെള്ളം, പിന്നെ എണ്ണ. ഇതെല്ലാം കൂടെയാണ് നമ്മൾ മോമോസിന്റെ ഡോ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ അതുപോലെ അതിന്റെ സ്റ്റഫിങ്ങിന് വേണ്ടുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റഫിങ്ങിന് വേണ്ട ഒരു ഉള്ളി, സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി എരിഞ്ഞത്, അതുപോലെ കാബേജ് ചെറുതായി എരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടുന്നത് 3 മുട്ട വേണം. അതുപോലെ തന്നെ ഏകദേശം 1 സ്പൂണ് സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, പിന്നെ കുറച്ച് വിനെഗർ. ഇതെല്ലാമാണ് നമ്മൾ സ്റ്റഫിങ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പൊ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിന് മോമോസിന്റെ വേണ്ടുന്ന ഡോ തയ്യാറാക്കി എടുക്കാം. ആട്ടക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു സ്പൂൺ എണ്ണ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമ്മൾ ഡോ തയ്യാറായിട്ടുണ്ട് മോമോസിന് വേണ്ടുന്നത്. ഇനി നമുക്ക് അതിന്റെ സ്റ്റഫിങ്ങിന് വേണ്ടുന്ന ബാജി ഉണ്ടാക്കിയെടുക്കാം. അടുത്ത നമുക്ക് മോമോസിന്റെ ബാജി ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ ഫില്ലിങ്ങിന്റെ ബാജി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഗ്യാസ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് പച്ചമുളകും അതുപോലെ ഉള്ളിയും ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ഒന്ന് ജസ്റ്റ് സോട്ടായാൽ മതി, ഒന്നും വേവേണ്ട ആവശ്യമില്ല. ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കാബേജ്, അതുപോലെ ക്യാരറ്റ് രണ്ടും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സോയാ സോസ് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പം അതിനനുസരിച്ച് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ട് അതിൻ്റെ സെൻറ്ററിലൊരു കുറച്ച് സ്ഥലമാക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട വേണ്ടാന്നില്ലാരും മുട്ട ഇടണമെന്നില്ല. ഈ പറയുന്ന പച്ചക്കറികൾ മാത്രം ഇട്ടിട്ട് ആക്കിയാലും മതി. ഞാൻ അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ഇട്ടുന്നേ ഉള്ളൂ. അത് ഓപ്ഷണലാണ്, വേണ്ടുന്നവരിട്ടാൽ മതി. നല്ലതുപോലെ മുട്ട എല്ലാം അതിൻ്റെ കൂടെ മിക്സായി വെന്ത് വരട്ടെ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് സ്പ്രിംഗ് ഓനിയൻ ഉള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ച് സോയാ സോസ്, ഏകദേശം 1 സ്പൂണോളം സോയാ സോസ് ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സായി. അപ്പം നമ്മൾ ബാജി റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മോമോസിന്റെ പുറത്തെ കോട്ടിങ്ങിന് പരത്തിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് അത് പരത്തിയെടുക്കാം. അത് നമുക്കെല്ലാം പരത്തിയെടുക്കാം. ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട്, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ടർ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഷാർപ്പ് തട്ടൂല്ല, അതിനെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. നമുക്കിനി ഇത് ഫില്ല് ചെയ്തെടുക്കാം. അത് ഈ ഒരു ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇത് വെച്ചിട്ട് 2 സൈഡിലെല്ലാം വെള്ളാക്കി കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് ബാജി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിനി മോമോസ് വേവിച്ചെടുക്കാം. അത് ഞാൻ വെള്ളം കുറച്ച് നേരത്തെ ചൂടാവാൻ വെച്ചിന് നല്ല വൃത്തി ആവി വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ സിൽവർ പേപ്പർ വെച്ചിന് നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നോരോന്ന് വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു മീഡിയത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. അപ്പോഴേ നല്ല വൃത്തിയിൽ വെന്ത് വരുള്ളൂ. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കിയത്. കുറച്ച് കൂടുതലും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു അരക്കപ്പ് മൈദയും എടുത്തത്. മോസ്റ്റ്ലി മൈദയിലാണ് ഉണ്ടാക്കാറ്. മൈദ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ തന്നെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ കളർ ശരിക്കും വൈറ്റ് കളറാവും. അപ്പം ശരിക്കൊരു മോമോസിൻ്റെ ആ ഒരു ഇത് വരും. പക്ഷേ ഹെൽത്തിന് നല്ലത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്